എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഡെയിലി സ്റ്റോറി എന്ന പേരില്. അപ്പൊ ആ ചാനലിലെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ചാനലിനകത്താണ് നമ്മൾ ഇഷിതയുടെയും മഹേഷിന്റെയും അബിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിന്റെ വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം അത് ആ വിശേഷങ്ങളൊക്കെ കാണുന്നവരെ മറക്കാതെ ആ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യും, ബെൽ ബട്ടൺ അമർത്താൻ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. ധർമ്മനും ആകാശും കൂടെ മണിയറയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മണിയറ റെഡിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ധർമ്മൻ പറഞ്ഞു, അല്ല അവർക്കൊട്ടൊരു പണി കൊടുക്കണ്ടേന്ന് ചോദിക്കുക ചെറുതായിട്ട്. എന്ത് പണി? അല്ല എന്തെങ്കിലും ഒരു പണി കൊടുക്കണ്ടേന്ന് ചോദിക്കണം. അത് ശരിയാ, എന്ത് പണിയാ? തൽക്കാലത്തേക്ക് ഒരു കാര്യം ചെയ്യാം. ആദ്യം നമുക്ക് ഈ മണിയറ ഒന്നും കൂടെ ശരിക്കും അലങ്കരിക്കാന്ന് പറയണം. ഇനി അലങ്കരിക്കാനോ? ഈ മാമനിത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ബെഡേല് പൂവും കൊണ്ടൊരു ഹാർട്ടൊക്കെ ഉണ്ടാക്കിയാലോ നിൽക്കാം. അതിനെന്താ, ആയിക്കോട്ടെ എന്ന് പറയണം. അങ്ങനെ ഹാർട്ടൊക്കെ വരച്ചു. പിന്നീട് ചോദിച്ചു, അല്ല ഇതിനകത്ത് നമുക്കൊരു അക്ഷരം എഴുതിയാലോ? ഏതക്ഷരം? അല്ല ആനന്ദിന്റെ എയും ശ്രീദേവിയുടെ എസ് എങ്ങനെയുണ്ട്? എസ് എന്ന്. അത് കൊള്ളാം. മാമിന് ഭയങ്കര കലാബോധമാണല്ലോ എന്നൊക്കെ പറയാണ്. അങ്ങനെ അവരതൊക്കെ ഡെക്കറേറ്റ് ചെയ്യണം. പിന്നീട് ധർമ്മൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടപ്പോഴത്തേനും ആകാശ് ചോദിച്ചു, അല്ല എന്ത് പറ്റി? ഭയങ്കര ആലോചനയാണല്ലോ. എന്ത് ചെയ്യാനാ, നേരത്തെ കാലത്തൊക്കെ ഞാൻ കല്യാണം കഴിക്കുമായിരുന്നു, എനിക്കും ഇങ്ങനെ ഒരു മണിയറ അലങ്കരിക്കാൻ പറ്റുമായിരുന്നല്ലോ എന്ന് പറയണം. ഇനിയിപ്പൊ മാമൻ ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്നാ മതി. എടാ എനിക്ക് അതിന് മാത്രം പ്രായമൊന്നും ആയില്ല എന്ന് പറയാം. പിന്നെ പ്രായമായില്ല പോലും, അത് മാമൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളും കൂടെ വിചാരിക്കണ്ടേ? ഞങ്ങൾക്കൂടെ തോന്നണ്ടേ മാമന് പ്രായമൊന്നും ആയില്ലെന്ന്? പിന്നെ നിന്റെയൊക്കെ വിചാരം കേട്ടാ തോന്നുന്നു എനിക്ക് 10-60 വയസ്സായി, ഞാനണ്ട് കിളവനായെന്ന്. എടാ എനിക്ക് കല്യാണപ്രായം ആയതുള്ളൂ. പിന്നെ കല്യാണപ്രായം ആയതുള്ളൂ. അല്ല മാമൻ ആരാന്നറിയാലോ? അത് പിന്നെ ഒന്നും മിണ്ടണ്ട, ഇനി മതി, നിർത്തിയാക്കാനൊക്കെ പറയണം. അങ്ങനെ ധർമ്മനെ കളിയാക്കിക്കൊണ്ട് അവരങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം ധർമ്മൻ ആലോചിച്ചു, ഇവരൊക്കെ പറയുന്ന പോലെ തനിക്ക് കല്യാണപ്രായം കഴിഞ്ഞു? അങ്ങനെയൊന്നുമില്ല എന്ന് വിചാരിക്കുകയാണ്. ആ സമയം ശ്രീദേവി അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ശ്രീദേവിയുടെ അടുത്തേക്ക് മീനാക്ഷി മിത്രയും കൂടെ വരുവാണ്. പിന്നീട് മിത്ര ചോദിച്ചു, ശ്രീദേവി ചേച്ചി മുഷിഞ്ഞോന്ന് ചോദിക്കുമായിരുന്നു. ഇല്ലാന്ന് പറയാണ്. പിന്നീട് മിത്രയോട് ചോദിച്ചു, അല്ല മിത്രയുടെ വീട്ടുകാരുമായിട്ട് മിത്ര സംസാരിക്കാറൊന്നും ഇല്ലെന്ന് ചോദിക്കുക. ഇല്ലാന്ന് പറയാം. അതെന്താ? അങ്ങനെ സംസാരിക്കാനായിട്ട് പറ്റില്ല, കാരണം അവരുമായിട്ട് അത്ര നല്ല അടുപ്പത്തിലൊന്നും അല്ല. ഇപ്പോഴും വഴക്കും പ്രശ്നങ്ങളും ഒക്കെ തീർന്നിട്ടില്ല, അറിയാലോ. അങ്ങോട്ടേക്ക് സംസാരിക്കാൻ ചെന്നാൽ പോലും അമ്മയ്ക്ക് മാത്രം അങ്ങനെ ഒന്നും മിണ്ടാനേ പറ്റുള്ളൂ, ബാക്കി ആരും സംസാരിക്കുക പോലും ഇല്ല. പിന്നെ ഗേറ്റിനകത്തേക്ക് കടക്കാൻ പോലും പറ്റില്ല എന്ന് പറയണം. സ്നേഹിച്ച് കല്യാണം കഴിച്ചോളല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം ശരിയാകും എന്നൊരു വിശ്വാസത്തില മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണെന്നൊക്കെ പറയണം. ഇത് കേട്ടതും ശ്രീദേവി പറഞ്ഞു, എല്ലാം ശരിയാകും, അധികം വൈകാതെ തന്നെ എന്നൊക്കെ പറയണം. ആ സമയം ബാലൻ എന്ത് ചെയ്യുവാണ്? ബാലൻ ആനന്ദിനെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുകയാണ്. ആനന്ദിനെ വിളിച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു കല്യാണാഘോഷം? നിനക്കെല്ലാം ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാം. പിന്നെ ഇഷ്ടപ്പെട്ടോന്ന്? അതിഗംഭീരമായിരുന്നു അച്ഛാന്ന് പറയാം. എന്നാ നീ ഇവിടെ ഇരിക്കുക, നീ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാന്ന് പറയണം. അങ്ങനെ ആനന്ദിനെ വിളിച്ചിരുത്തി ഓരോ കാര്യങ്ങളൊക്കെ പറയണം, കല്യാണത്തെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും. കാരണം എനിക്ക് നിന്റെ കല്യാണം നല്ല ആർഭാടമായിട്ട് നടത്തുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഞാൻ തയ്യാറായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ 50 ദിവസം എന്ന് പറഞ്ഞൊരു പ്രതിജ്ഞ എടുത്ത് ചെരുപ്പ് പോലും ഇടാതെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഓടി നടന്നേ. അവസാനം നല്ലൊരു ബന്ധം കിട്ടിയല്ലോ. അതാ പറഞ്ഞേ, നീ അച്ഛനെ അനുസരിക്കുന്ന മകനായതുകൊണ്ടാണ് നിനക്ക് നല്ലൊരു ബന്ധം കിട്ടിയത് എന്നൊക്കെ പറയണം. ആനന്ദ് പറഞ്ഞു, എല്ലാം അച്ഛൻ ഉള്ളതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ എനിക്ക് ശ്രീദേവിനെ പോലെ നല്ലൊരു പെൺകുട്ടിനെ കിട്ടില്ലായിരുന്നൊക്കെ പറയണം. ആ സമയത്ത് ആകാശ് മുറിയിലേക്ക് എല്ലുവാണ്. അപ്പോഴേക്കും മീനാക്ഷി അങ്ങോട്ടേക്ക് എന്നു. മീനാക്ഷിയെ കണ്ടത് ആകാശ് പറഞ്ഞു, ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ? എന്തിന്? അല്ല അത് പിന്നെ കാര്യം എന്താന്ന് പറ. അപ്പൊ ഇന്ന് നമ്മുടെ രാത്രിയല്ലേന്ന് ചോദിക്കും. എന്ത് രാത്രി? നീയല്ലേ പറഞ്ഞേ അച്ഛൻ നമ്മുടെ ബന്ധത്തെ അംഗീകരിക്കണമെന്ന്? ഇന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടല്ലേ പറഞ്ഞേ നിന്റെ കഴുത്തിൽ വർണ്ണമാല അണിയിക്കണമെന്ന്? അപ്പൊ എല്ലാവരുടെയും മുന്നിച്ച് നമ്മുടെ ബന്ധം അംഗീകരിച്ചില്ലേ? ഇനിയിപ്പം നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് മീനാക്ഷിയോട് ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ ഞാൻ ഇനി എന്തേലും പറഞ്ഞുണ്ടല്ലോ, അച്ഛൻ നമ്മളെ ബന്ധത്തെ അംഗീകരിച്ചു കഴിഞ്ഞു, ഇനിയിപ്പം ഇന്ന് നമ്മുടെ രാത്രിയാന്ന് പറയണം. അവിടെ ആനന്ദേണ്ണൊക്കെ ആദ്യരാത്രി ആഘോഷിക്കുന്ന സമയത്ത് ഇവിടെ നമ്മളും ആഘോഷിക്കുമെന്ന് പറയാം. ഈ ആകാശന്റെ ഒരു കാര്യം എന്ന് പറയണം. പിന്നീട് എന്ത് ചെയ്യണം? മിത്രയല്ല കേട്ടോ, മീനാക്ഷിനെ എടുത്തുയർത്തിയിട്ട് ഒരു പാട്ടൊക്കെ പാടി രണ്ടുപേരും കൂടെ ഭയങ്കര ഡാൻസ് കളിക്കും അവിടെ നിന്നിട്ട്. അപ്പൊ ഈ പാട്ടും ഡാൻസും ഇത് എവിടെ നിന്നാന്ന് ഓർത്തോണ്ട് ഗോമതി അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും ആ കൂടെ തന്നെ മിത്രയും ശ്രീദേവിയും കൂടെ വരുവാണ്. അവര് വന്ന് നോക്കിക്കഴിയുമ്പോഴത്തേനും മുറി ചാരി ഇട്ടോണ്ട് ഉണ്ടായിരുന്നുള്ളൂ, അടച്ചിട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ആകാശിന്റെ മീനാക്ഷിയുടെ മുറിക്കകത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും രണ്ടുപേരും ഭയങ്കര ഡാൻസ്. മീനാക്ഷിന്റെ എടുത്തുയർത്തി വട്ടം കറക്കുവാണ് ആകാശ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി, എടാ നീ ഇതെന്താ കാണിക്കുന്നേ നീ ചോദിക്കണം. ഒരു നിമിഷം പെട്ടെന്ന് തന്നെ മീനാക്ഷിനെ താഴേക്ക് ഇടുവാണ്. മീനാക്ഷി ഇട്ട പൊത്തൊന്നും പറഞ്ഞ് താഴേക്ക് ഇടുന്നു. ഈ ആകാശാണ്ട് ഒരു കാര്യം. അപ്പോഴാണ് ഗോമതിനെയൊക്കെ കാണുന്നേ. അമ്മ അത് പിന്നെ ഞങ്ങള്
എന്താ ഇവിടെ രണ്ടുപേരും കൂടെ ഭയങ്കര കട്ട റൊമാൻസ് ആണല്ലോ എന്ന് പറയണം. ശ്രീദേവിയുടെ മുഖം അങ്ങോട്ട് മാറി. കാരണം കല്യാണം കഴിഞ്ഞ് തന്റെ ആനന്ദേണ്ടയാണ്. പക്ഷെ ആനന്ദേണ്ട ഇതിലേട്ടും കണ്ട് കിട്ടിയിട്ട് പോലും ഇല്ല. ഇതിലേട്ടും തന്റെ അടുത്തേക്ക് വന്നിട്ട് പോലും ഇല്ല. ആ ഒരു ബുദ്ധിമുട്ട് ശ്രീദേവിയുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് ഗോമതി പറഞ്ഞു, കൊള്ളാലോ നിങ്ങൾ രണ്ടുപേരും കൂടെ. അല്ല, കല്യാണം ഇന്ന് നിങ്ങളുടെ അല്ലോളെ കഴിഞ്ഞേ, ആനന്ദിന്റെ ശ്രീദേവിയുടെ അല്ലേ? എന്നിട്ട് ഇവിടെയാണല്ലോ ഡാൻസും കൂത്തുന്നൊക്കെ പറയാം. ഇത് കേട്ടപ്പോ ആകാശ് പറഞ്ഞു, അല്ല അത് പിന്നെ അമ്മ ഞങ്ങൾ വെറുതെ ഒന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാന്ന് പറയാം. കൊള്ളാം കൊള്ളാം, നല്ല പ്രാക്ടീസ് തന്നെയാന്ന് പറയണം. പിന്നീട് ആകാശ് ഒരു നാണത്തോടെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ആ സമയം ശ്രീദേവിനെ വിളിച്ചോണ്ട് മിത്ര അങ്ങോട്ട് പോയി. ഗോമതി നേരെ മീനാക്ഷി അടുത്തേക്ക് ചെല്ലുവാണ്. നീ ആള് കൊള്ളാലോ. അല്ല, നിങ്ങൾ രണ്ടുപേരും നമ്മൾ പ്രണയത്തിലാന്നുള്ള കാര്യമേ നേരത്തെ എങ്ങാനും എന്നോട് പറയുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തി തരായിരുന്നു. നിങ്ങൾ ഇത്രമാത്രം പ്രണയത്തിലാന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു പറയണം. ഇത് കേട്ടതും മീനാക്ഷി വെച്ചാൽ എന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? അല്ല, ഇന്നിപ്പോ നടന്നു കണ്ടില്ലേ ആനന്ദിന്റെ ശ്രീദേവിയുടെ കല്യാണം, അതുപോലെ നല്ല ആർഭാടമായിട്ട് കല്യാണം നമുക്ക് നടത്താറുണ്ടല്ലോ എന്ന് പറയണേ. അതിന്റെ ഒന്നും ആവശ്യമില്ലമ്മേ, എനിക്ക് അങ്ങനെ ആർഭാടമായിട്ട് കല്യാണം നടത്തുന്നതിനോട് ഒന്നും ഇഷ്ടമില്ല. എനിക്ക് ഇങ്ങനെ സാധാരണ രീതിയിൽ കല്യാണം നടത്തുന്നതിനോട് ഇഷ്ടം. വെറുതെ എന്തിനാ ഒത്തിരി ആർഭാടം നടത്തി പൈസ കളയുന്നേ? അതിന്റെ കാര്യം എന്താന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു, നീ ആള് കൊള്ളാലോ എന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ഒന്ന് ചിരിക്കുകയാണ്. പിന്നീട് ശ്രീദേവി എവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേനും മിത്ര വന്നിട്ട് ചോദിച്ചു, അല്ല ശ്രീദേവി ചേച്ചി മുറിയിലേക്ക് പോയില്ലേ? അല്ല, അത് പിന്നെ മുറിയിലേക്ക് പോകാനായിട്ട് അതെന്താ? സാധാരണഗതിയിലെ മുറിയിലേക്ക് പോകുമ്പോ ആദ്യരാത്രിയാകുമ്പോ പാലക്കായിട്ടല്ലേ പോകുന്നേ, അതുകൊണ്ട് ഒരു കാര്യം ചേച്ചി മുറിയിലേക്ക് പോയിക്കോ, ആനന്ദേട്ടൻ വന്നോളൂ എന്ന് പറയണ. അങ്ങനെ ശ്രീദേവി മുറിയിലേക്ക് പോവാണ്. മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി ഒരു നിമിഷം ഞെട്ടിപ്പോയി. മുറിയെല്ലാം ഭയങ്കരമായിട്ട് അലങ്കരിച്ചു വെച്ചിരിക്കുന്നു. നല്ല സെറ്റപ്പായിട്ട് മണിയറെ അലങ്കരിച്ച് ഇത്രയൊന്നും പ്രതീക്ഷിച്ച കാര്യമല്ല. അപ്പോഴേക്കും മിത്ര അങ്ങോട്ട് വരുവാണ്. മിത്രയും കണ്ട് ആ കാഴ്ച മിത്രയ്ക്കും ഭയങ്കര സന്തോഷമായി. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആ സമയത്താണ് ആര്യൻ എല്ലാവരും വരുന്നത്. ആര്യനെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോ ആര്യൻ പറഞ്ഞു, ഇതെല്ലാം ചെയ്ത് ആരാന്നറിയോ? ആകാശായിട്ടും ധർമ്മമാമനും കൂടെ ചെയ്തേന്ന് പറയാം. കൊള്ളാലോ, രണ്ടുപേർക്കും നല്ല കലാബോധം ഉണ്ടല്ലോ എന്ന് പറയണേ എന്നും പറഞ്ഞുകൊണ്ട് മിത്രൻ ആര്യനും അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയത്ത് ശ്രീദേവി മുറിയിൽ പോയിരുന്നു. ഇതുവരെയായിട്ടും ആനന്ദ് എത്തിയിട്ടില്ല. ആനന്ദിനെ ആണെങ്കിൽ ബാലം പിടിച്ചിരുത്തിയിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. നിർത്തുന്നേ ഉണ്ടായിരുന്നില്ല. ആ സമയം കൃഷ്ണമംഗലത്ത് കട്ടക്കലിപ്പിൽ ഇങ്ങനെ രാത്രി ഇരിക്കുവാണ്. ഇന്നാണ് അവരുടെ ആദ്യരാത്രിയാണ്. അതെങ്കിലും കുളവാക്കാൻ പറ്റിയായിരുന്നെങ്കിൽ, എങ്ങനെയെങ്കിലും അവളെ ആ വീട്ടിൽ നിന്ന് അടിച്ചോടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ. ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന സമയത്ത് അച്യുതം വന്നിട്ട് ചോദിച്ചു, നീ എന്താ രാശ്രീ ഭയങ്കര ആലോചനയിലാണല്ലോ എന്ന് പറയാം. എങ്ങനെ ആലോചിക്കാതിരിക്കും? അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ നടക്കണേന്ന് നിൽക്കും. എന്ത് കാര്യങ്ങള്? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ആ കല്യാണം മുടക്കും എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നു. അവസാനം കല്യാണം ഒട്ടും മുടങ്ങിയില്ല. കല്യാണം നല്ല ഗംഭീരമായിട്ട് നടന്നു. ഇപ്പൊ കണ്ടില്ലേ, നാട്ടുകാരുടെ മുന്നിൽ നമ്മുടെ തലയെ കുനിഞ്ഞു പോയത്. നമുക്ക് നാളെ മുതൽ തലയെടുത്ത് നടക്കാനായിട്ട് പറ്റുമെന്ന് ചോദിക്കാം. നീ ഒന്ന് സമാധാനപ്പെട്. ഇനി സമയമുണ്ടല്ലോ എന്ന് പറയാം. ഇനി എന്ത് സമയം? ഇനിയിപ്പൊ ആരുടെ കല്യാണം അവിടെയുള്ള? അനുശ്രീയുടെ കല്യാണം. അനുശ്രീ ഇനിയിപ്പൊ ഏത് കാലത്ത് കല്യാണം കഴിക്കാനായിട്ടാ? അതുവരെ കാത്തിരിക്കണം കല്യാണം മുടക്കാനായിട്ട്. ഒന്നും നടന്നില്ലല്ലോ. വെറുതെ അച്ഛനും മാനെ കൊണ്ട് 5 പൈസയുടെ ഗുണമില്ലെന്നൊക്കെ പറഞ്ഞൊരു കുറ്റപ്പെടുത്തുവാണ്. അച്യുതനും പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയം ശ്രീദേവി മുറിയിലിരുന്ന് ബോറടിച്ചു. ശ്രീദേവിക്ക് നന്നായിട്ട് ഉറക്കം വരാൻ തുടങ്ങി. ഉറക്കം വന്നിട്ട് രക്ഷയില്ല. പിന്നീട് അവിടെ ഇരുന്ന് ആപ്പിളൊക്കെ എടുത്തത് അതിങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് അങ്ങോട്ട് ശ്രീകലയുടെ ഫോൺ കോൾ വരുന്നത്. ശ്രീകല ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോ ശ്രീദേവി കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകല ചോദിച്ചു, അല്ല മോളെ എന്ത് കിടന്നായിരുന്നു ചോദിക്കുക. ഇല്ല, ആനന്ദേട്ടൻ വന്നില്ലമ്മേ, ഞാൻ മുറിയിലാന്ന് പറയണ. പിന്നീട് ചോദിച്ചു, മോളെ നിനക്ക് കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കണേ. എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയണ. അതെ, ഞാൻ അറിയാൻ വേണ്ടി എനിക്കൊരു സമാധാനം ഇല്ലെന്ന് പറയണ. അല്ല, നിന്റെ ആഭരണങ്ങളൊക്കെ നീ എന്ത് ചെയ്തെന്ന് ചോദിക്കുക. അതൊക്കെ ഞാനിവിടെ ഊരി വെച്ചിട്ടു. അതൊക്കെ സേഫ് ആയിട്ട് വെക്കണം കേട്ടോ. അറിയാലോ, ഒരു കാരണവശാലും അത് അവരുടെ കയ്യിൽ അകപ്പെടാൻ പാടില്ല. അങ്ങനെ എങ്ങാനും ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാ സത്യങ്ങളൊക്കെ മനസ്സിലാക്കും. ഒരുപക്ഷെ അത് മുക്കുപണ്ടമാന്നുള്ള കാര്യം. അതുകൊണ്ട് നീ സേഫ് ആയിട്ട് എവിടെ എടുത്ത് മാറ്റി വെക്കണമെന്ന് പറയാം. ആഭരണത്തിന്റെ കാര്യം ചോദിക്കുവാണെങ്കിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ മതി. അവരുടെ കൈ കൊടുക്കല്ലെന്ന് പറയാം. അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറയാ. പിന്നീട് അറിയാലോ, നല്ല രീതിയിൽ വേണം അവിടെ നിൽക്കാനായിട്ട്. ഇവിടുത്തെ പോലെ ഒന്നും ആയിരിക്കില്ല. കിടന്ന് ഉറങ്ങിക്കളയുകയും ചെയ്യില്ല. രാവിലെ എഴുന്നേറ്റ് അവിടെ അടുക്കളയിൽ കയറണം. എല്ലാ ജോലികളൊക്കെ ചെയ്യാനൊക്കെ കൂടണം. നല്ലത് മാത്രം അവരെ കൊണ്ട് പറയിപ്പിക്കാവുള്ളൂ. ഇനി ഒരു പിടിച്ചേപ്പ് അത് മാത്രം ഉള്ളെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മേ, അമ്മ പേടിക്കൊന്നും വേണ്ടെന്ന് പറയണം. അങ്ങനെ ശ്രീദേവി അവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ആനന്ദിന്റെ അടുത്ത് ഓരോന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ബാലൻ. കുറെ സമയമായിട്ടും ബാലൻ നിർത്തുന്നില്ല. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ടേക്ക് വന്നു. ഗോമതി വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ബാലേട്ടാ ഇത്? അവന് പോയി കിടന്ന് ഉറങ്ങണ്ടേ? ഇത് എത്ര സമയമാന്ന് ചോദിക്കുകയാണ്. അല്ല, അത് പിന്നെ ഞാൻ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല എന്ന് പറയണ. പിന്നീട് ആനന്ദിനോട് പറഞ്ഞു, അയ്യോ നീ പോയി കിടന്നോളാൻ പറയണ. അങ്ങനെ ആനന്ദം മുറിയിലേക്ക് വന്നു കഴിയുമ്പത്തേനും നോക്കുമ്പോൾ ശ്രീദേവി കിടന്ന് ഉറക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ശ്രീദേവി ഇരുന്നിരുന്നും അടുത്ത് അവസാനം ശ്രീദേവി അങ്ങോട്ട് കിടന്ന് ഉറങ്ങി. അവസാനം
ആനന്ദും ആ സൈഡിൽ കയറി കിടക്കുവാണ്. ആനന്ദം ഓർത്ത് ദൈവമേ താൻ ഇത്രയും താമസിക്കാൻ പാടില്ലായിരുന്നു, പാപം ഇരുന്ന് മുഷിഞ്ഞാൻ തോന്നേ എന്ന് കരുതി ആനന്ദം കിടക്കുവാണ്. കുറെ സമയം കഴിഞ്ഞപ്പോൾ ശ്രീദേവി ആ മയക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് അടുത്ത് കിടക്കുന്നു. പെട്ടെന്ന് ഓർത്ത് ദൈവമേ താൻ ഉറങ്ങാൻ പാടില്ലായിരുന്നു. ശ്രീദേവിക്ക് ആ പാടൊരു ടെൻഷനായിപ്പോയി. ഷോ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ശ്രീദേവി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ലൈറ്റ് ഇടുവാണ്. പിന്നീട് ആനന്ദിനെ വിളിക്കണം, ആനന്ദേട്ടാന്ന് പറഞ്ഞ് ആനന്ദ് ചാടി എഴുന്നേറ്റു. അപ്പോഴേക്ക് ശ്രീദേവിക്ക് വിഷമായി. ശ്രീദേവി കരയാൻ തുടങ്ങി. എന്താ എന്താ ശ്രീദേവി കരയണ? എന്തേലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കാം. അത് പിന്നെ ഞാൻ കിടന്നുറങ്ങാൻ പാടില്ലായിരുന്നു, ഞാൻ അറിയാതെ ഉറങ്ങിയതാ. ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇന്നലെ രാത്രിയിലൊക്കെ താമസ കിടന്നുറങ്ങിയതുകൊണ്ടേ. അതിനിപ്പോ എന്താ കുഴപ്പം? അല്ല ആനന്ദേട്ടന് ബുദ്ധിമുട്ടായെന്ന് ചോദിക്കുക. എന്ത് ബുദ്ധിമുട്ട്? എനിക്കൊരു കുഴപ്പമില്ല, നീ ഒന്നും വിഷമിക്കാതിരിക്കുക, നീ കയറി കിടന്നോളാൻ പറയാണ്. അങ്ങനെ ശ്രീദേവി കയറി കിടക്കുവാണ്. അങ്ങനെ അവരുടെ ആദ്യരാത്രി അങ്ങനെ അങ്ങോട്ട് പോവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ആദ്യരാത്രി ഒന്നും നടന്നില്ല, ആദ്യരാത്രിയൊക്കെ കുളമായി പോയി. ബാലനെല്ലാം കുളമാക്കി എന്ന് പറയാലോ. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.